പല മൈഗ്രെയിൻ രോഗികൾക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഉറക്കമില്ലാത്തത് കാരണമാണ് എനിക്ക് തലവേദന വരുന്നത് അല്ലെങ്കിൽ മൈഗ്രെയിൻ അനുഭവിക്കുന്നത് എന്നുള്ളത്. എന്നാൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ നിങ്ങളുടെ തലവേദന കാരണമാവാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കാത്തത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വരുന്ന തലവേദന രോഗികൾക്കെല്ലാം നമ്മൾ ഉറക്കം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും പറയുന്നത് എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഉറക്കത്തിന്റെ ക്വാളിറ്റി അറിയാനായിട്ട് ഇൻ ഡെപ്തിൽ നമ്മൾ കേസ് ടേക്കിംഗ് ചെയ്യുമ്പോൾ, അതായത് അവരുടെ സ്വപ്നത്തെക്കുറിച്ചും ഉറക്കത്തിനുള്ളിലെ അലേർട്ട്നെസ്സിനെ കുറിച്ചും രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഫ്രഷ്നെസ്സിനെ കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂരിഭാഗം ആളുകളും ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ ഉറക്കം ശരിയാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പതിവായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10 ദിവസത്തിനകം 6-7 ദിവസം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം ഒട്ടും ഡീപ്പല്ല എന്നും വളരെ ഷാലോ സ്ലീപ്പിലാണ് നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചില രോഗികളിലെങ്കിലും ഇത് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി ഉറക്കഗുളികൾക്ക് അടിമയാവുകയോ അതല്ലെങ്കിൽ ഉറക്കം വരാൻ വേണ്ടി ശ്വാസം വലിച്ചു കിടക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ കാല് ചൂടുവെള്ളത്തിലിട്ട് വെക്കുകയോ ഒന്നും ചെയ്യുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും നിങ്ങളുടെ മൈഗ്രെയിൻ തലവേദന ചികിത്സിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുകൊണ്ടാവാം നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾക്ക് അല്പം ആശ്വാസം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. തലവേദനയും ഉറക്കമില്ലായ്മയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.